അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുമായി ബന്ധപ്പെട്ട ഒരു കള്ളൻ്റെ കഥയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മറ്റൊരവസരത്തിൽ വേറെ ഒരു മോഷ്ടാവുമായി ബന്ധപ്പെട്ട ഒരു അപൂർവമായൊരു സംഭവമാണെന്ന് പറയുന്നത്. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു രാത്രി ഒരു പ്രദേശത്തു കൂടി ഇങ്ങനെ തനിച്ച് നടക്കുമ്പോൾ സാധുക്കളായ ഫക്കീറുമാരായ കുറച്ച് ജനങ്ങൾ താമസിക്കുന്ന ഒരു വീട്ടിൻ്റെ തൊഴുത്തിൽ ഒരു കള്ളൻ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മഹാനുകൾ ഒരു നിമിഷം അവിടെ നിൽക്കുകയും ആ തൊഴുത്തിലേക്ക് വീക്ഷിക്കുകയും ചെയ്തപ്പോൾ ഈ കള്ളൻ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നതും ആ സാധുക്കളുടെ ഫുഖറാക്കളുടെ വീട്ടിലുള്ള ആ പശുവിനെ അഴിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നത് മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു ശ്രദ്ധിച്ചു. അയാളെ മഹാനുകൾ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, താങ്കൾക്ക് നല്ല ദാരിദ്ര്യമുണ്ടല്ലേ? ദാരിദ്ര്യത്തിൻ്റെ പ്രയാസം കൊണ്ടാണ് ഈ മോഷണം നടത്താൻ ശ്രമിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ വീട്ടിൽ നിന്ന് താങ്കൾ മോഷ്ടിക്കരുത്. കാരണം അത് സാധുക്കളായ ഫക്കീർമാരായ ഒന്നിനും കഴിവില്ലാത്തവരായ ജനങ്ങളുടെ വീടാണ്. ആ വീട്ടിലെ പശുവിനെ താങ്കൾ കട്ടുകൊണ്ടുപോയാൽ ആ വീട്ടിലുള്ളവർ പട്ടിണി കിടന്ന് മരിച്ചു പോകും. അവർക്ക് ജീവിക്കാൻ മറ്റു വകയില്ലാതാകും. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ പശുവിനെ താങ്കൾ മോഷ്ടിക്കരുത്. മാത്രവുമല്ല, ബക്കർത്തുഹും ഗസീല, അവരുടെ പശുവാണെങ്കിലോ വളരെയധികം മെലിഞ്ഞൊട്ടിയ പശുവാണ്. അതിനെ കൊണ്ടുപോയി മാർക്കറ്റിലേക്ക് പോയി വിറ്റാൽ താങ്കൾക്ക് വേണ്ട രൂപത്തിലുള്ള കാശോ അല്ലെങ്കിൽ താങ്കൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വിലയോ കിട്ടുകയില്ല. അതുകൊണ്ട് താങ്കൾ എൻ്റെ കൂടെ വരൂ, താങ്കൾക്ക് നല്ല തടിച്ചു കൊഴുത്ത ഒരു പശുവിനെ ഞാൻ തരാം എന്ന് പറഞ്ഞ് മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു ആ കള്ളനെയും കൂട്ടി മഹാനുകളുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഈ കള്ളൻ കൂടെ ചെന്നു. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ തൊഴുത്തിൽ കയറി ഉള്ളതിൽ വെച്ച് ഏറ്റവും മുഴുത്ത ഒരു പശുവിനെ അഴിച്ച് അതിൻ്റെ കുട്ടിയോടുകൂടി അയാളുടെ കയ്യിലേക്ക് അതിൻ്റെ കയറ് കൈമാറി. ഇത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത അതിശയം. മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതാകുമ്പോൾ നല്ല തടിച്ച പശുവാണ്, നിനക്ക് ഞാൻ പൊരുത്തപ്പെട്ട് തരികയാണ്. മോഷ്ടിച്ചതിൻ്റെ ശിക്ഷ നിനക്ക് കിട്ടുകയുമില്ല. നിനക്ക് ഇത് കൊണ്ടുപോയി സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഈ പശുവിനെ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞ് മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു നല്ല മുഴുത്തൊരു പശുവിനെയും അതിൻ്റെ കുഞ്ഞിനെയും കൊടുക്കുകയാണ്. എന്നിട്ട് അയാൾ ആ പശുവിനെയും പിടിച്ച് ഇങ്ങനെ മഹാനുകളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സഹോദര, ഒന്ന് നിൽക്ക്. താങ്കൾ ഈ പശുവുമായിട്ട് ഈ അങ്ങാടിയിലൂടെ പോയാൽ പലർക്കും ഇത് എൻ്റെ പശുവാണെന്നറിയാം. അതുകൊണ്ട് നിന്നെ ജനങ്ങൾ പിടിച്ചു നിർത്താനും ഉപദ്രവിക്കാനും ചാൻസ് ഉണ്ട്. നീ എൻ്റെ വീട്ടിൽ നിന്ന് അത് കട്ടുകൊണ്ടുപോവുകയാണ് എന്ന് കരുതി പലരും അത് നിന്നെ തടയും. അതുകൊണ്ട് ഈ അങ്ങാടി കഴിയുന്നത് വരെ, ഈ നാട് വിട്ടുകിടക്കുന്നത് വരെ ഞാൻ താങ്കളുടെ കൂടെ വരാം എന്ന് പറഞ്ഞ് ആ മോഷ്ടാവിൻ്റെ കൂടെ ചെല്ലുകയും ആ ഗ്രാമം വിട്ടുകിടക്കുന്നത് വരെ മറ്റാരും അയാളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു ആ കള്ളൻ്റെ കൂടെ പതിയെ ഈ പശുവിനെയും കൂടെ കൂട്ടി മഹാനുകൾ നടന്നു. ഗ്രാമത്തിൻ്റെ പുറത്തെത്തിയിട്ട് പറഞ്ഞു, ഇനി ആരും താങ്കളെ ഉപദ്രവിക്കുകയില്ല, താങ്കൾ പൊയ്ക്കൊള്ളുക എന്ന്. അത്രയും നേരം പിടിച്ചു നിന്ന ആ കള്ളൻ പെട്ടെന്ന് അയാളുടെ മനസ്സാകെ തകർന്നു പോയി. അയാൾ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാൽക്കൽ വീണു. മഹാനുകൾ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്കിനി പശു വേണ്ട, എനിക്കിനി കള്ളത്തരം വേണ്ട, ഞാൻ ഇനി മോഷ്ടിക്കുകയില്ല. എനിക്ക് അങ്ങയുടെ ശിഷ്യനാകണം, എനിക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം, എനിക്ക് തൗബ ചെയ്യണം, അതിനുള്ള വഴി കാണിച്ചു തരണമെന്ന്. അങ്ങനെ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു മറ്റൊരു നല്ല സൂഫി വര്യനെയും കൂടെ സൃഷ്ടിച്ചെടുത്തു. ഈ കള്ളൻ വലിയ സൂഫി വര്യനായി മാറി, മഹാനുകളുടെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളായി മാറി. ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ മഹാനായ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആലയുടെ ജീവിതത്തിൽ അയവിറക്കാനുണ്ട്. അള്ളാഹു മഹാനുകളുടെ പൊരുത്തവും അവിടുത്തെ മദതും നമ്മൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.